Hi friends, welcome to Vinexa Technology. This is our topic. Did AI really take jobs in 2026? 2026ഓടെ എ ഐ വളരെ വലിയ വേഗത്തിൽ പുരോഗമിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പുരോഗമിക്കുമ്പോൾ എ ഐ കാരണം നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ അതോ ജോലി സാധ്യത കൂടുകയാണോ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ ഐയുടെ വളർച്ച മൂലം ജോലി സാധ്യത കുറയുകയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പല കമ്പനികളും ആളുകളെ പിരിച്ചുവിടുന്നു കേൾക്കുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ആരുടെയൊക്കെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ജോലി സാധ്യത കുറയുകയാണോ, എ ഐ വന്നില്ല ജോലി ചെയ്യുമ്പോൾ ജോലി സാധ്യത കുറയുകയാണോ എന്ന്. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആരും തിരിച്ചറിയുന്നില്ല. എ ഐ വന്ന് മുഴുവൻ ജോലി സാധ്യത കുറയുകയല്ല, ജോലി സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. എ ഐയുടെ മേഖലയിലേക്ക് കുറേ എ ഐയുടെ വളർച്ചയ്ക്ക് വേണ്ടി അനുയോജ്യമായ ജോലിയുടെ സാധ്യത വളരെയധികം വേഗത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ജോലിയുള്ളവരുടെ ജോലി നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ എ ഐ വരുന്നത് മൂലം നമ്മുടെ ജോലിയിലുണ്ടാകുന്ന ടെക്നിക്കലി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യാത്ത മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് എ ഐ വരുമ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ, പണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ പ്രൊഫഷൻ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ എ ഐ വരുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സർജൻ പഠിക്കേണ്ടതെന്ന് വരുന്നത് നമ്മൾ ടെക്നിക്കലി ഉള്ള ഡീറ്റെയിൽസ് ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു റോബോട്ടിക് സർജറി ഹാൻഡിൽ ചെയ്യാനായിട്ട് അദ്ദേഹം പഠിക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഒരു ടെക്നിക്കൽ ഫീൽഡ്, ഒരു എ ഐ ഫീൽഡിലൂടെ പഠിക്കേണ്ടിയത് നമ്മൾ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നോ ആ പ്രൊഫഷനെ എ ഐയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിരിക്കും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ജോലിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. നമ്മൾ എ ഐയോടൊപ്പം നമ്മളും വളരുകയാണ്. ആ ടെക്നിക്കലി അവിടെ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊഫഷനിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആരുടെയും ജോലി നഷ്ടപ്പെടുന്ന, ജോലി സാധ്യത കൂടുകയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, എ ഐയുടെ ഉപയോഗം മൂലം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിന് വളരെയധികം ഇതുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ കെയർ സർവീസിൽ ഒരു എ ഐ വരുമ്പോൾ അതൊരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കുറേ സമയലാഭവും, മനുഷ്യൻ സ്വാഭാവികമായ ഒരു ജോലി ചെയ്യുമ്പോൾ കുറേ ക്ഷീണവും അല്ലെങ്കിൽ ലീവ് എടുക്കേണ്ടി വരും. ആ വരുന്ന സമയത്ത് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ വരും. പക്ഷേ എ ഐയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എ ഐ എങ്ങനെ വർക്ക് ചെയ്യാനാണോ അത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ആ രീതിക്ക് എ ഐ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് അത്. അപ്പോൾ ആ സമയനഷ്ടം ഉണ്ടാകില്ല, ഫിനാൻഷ്യലി ലാഭം ഉണ്ടാവും. അങ്ങനെ എ ഐയുടെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ എ ഐയുടെ അഡ്വാൻറ്റേജസിനെ ആൾക്കാർ കണക്കിലെടുക്കാതെ എല്ലാവരും അവരവരുടെ ജോലി സാധ്യത ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എ ഐ മൂലം ജോലി സാധ്യത വളരെ കൂടുക ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എ ഐ വരുമ്പോൾ അതിനൊപ്പം നമ്മളും വളരുക. എ ഐയിൽ എന്ത് നമ്മുടെ ഫീൽഡിൽ നമ്മുടെ ജോലിയിൽ എ ഐയിൽ ടെക്നോളജിപരമായി എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ നേട്ടം കൊണ്ടുവരികയും അതനുസരിച്ച് നമ്മുടെ ഫീൽഡിൽ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്താൽ എ ഐ മൂലം നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകാറ്. അത് എ ഐ മൂലം ആരും ജോലി നഷ്ടപ്പെടുകയില്ല. ഇത് കണ്ടോ, ഒരു റോബോട്ട്, എ ഐ വരെ നമ്മൾ ഉണ്ടാക്കിയ റോബോട്ടാണ്. ഈ റോബോട്ടിനെ ഗൈഡ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ രണ്ട് മനുഷ്യർ ചേർന്നാണ് എന്തും ചെയ്യുന്നത്, കോഡ് ജനറേറ്റ് ചെയ്യും, ആ ഇൻസ്ട്രുമെൻ്റ് ആളുടെ കൊടുക്കുകയും അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് എ ഐ മൂലം നമ്മൾ എന്തിനെ ഉണ്ടാക്കിയാലും അതിനെ കറക്റ്റായ രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ആര് തന്നെ വേണം, മനുഷ്യർ തന്നെ വേണം. അപ്പോൾ ആ മേഖലയിൽ നമ്മുടെ ജോലി സാധ്യത വളരുകയും അതിന് ജോലി സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 2026 എ ഐയുടെ വളർച്ച വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആരുടെയും ജോലി നഷ്ടപ്പെടാൻ സാധ്യത. പക്ഷേ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, എ ഐയെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടേതായ രീതിയിൽ ആ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യണം, വളർന്നു വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ഐയോടൊപ്പം നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ എ ഐയോടൊപ്പം നീങ്ങാൻ പറ്റാത്ത ആൾക്കാരാണ് ജോലി നഷ്ടപ്പെട്ടു പോകുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പല കമ്പനികളും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സിസ്റ്റം ആണെങ്കിൽ തന്നെ ആ സിസ്റ്റത്തിൽ എ ഐയുടെ ഇൻഫ്ലുവൻസ് വരുന്നതോടുകൂടി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ ട്രെയിനിങ്സ് കൊടുത്ത് ഈ പുതിയ മാറ്റത്തിനൊപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് സെക്ടർ ആണെങ്കിലും ഒക്കെ തന്നെ. ഇപ്പോൾ ടീച്ചിങ് ഫീൽഡാണെങ്കിലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ എ ഐ വരുന്നു. അവിടെ ടീച്ചർ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. ടീച്ചർ ആ പുതിയ കാലഘട്ടത്തിൽ വെച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുത്ത് അവരുടെ അറിവ് അവർക്ക് എവിടെ നിന്നൊക്കെ ശേഖരിക്കാം, എങ്ങനെയൊക്കെ അത് കളക്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചറിന് അറിവ് പോയിട്ട് പുസ്തകത്തിൽ അറിവ് പറഞ്ഞു കൊടുക്കുന്നു, ആ രീതിയിൽ മാത്രം കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ കാലഘട്ടത്തിനൊപ്പം സ്കൂളും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഫിനാൻഷ്യൽ മേഖലയും ഒക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുക. എ ഐ ഒരിക്കലും ജോലി നഷ്ടപ്പെടുത്തുന്നില്ല. എ ഐ ജോലിയുടെ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം, എ ഐയോടൊപ്പം നമ്മളും വളരാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും എ ഐയോടൊപ്പം വളരാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.